അങ്ങനെ വാഴും കാലം ഒരു ദിനം അങ്ങു കിഷ്കിന്ധാപുരത്തിങ്കൽ വാഴുന്ന സുഗ്രീവനോടു പറഞ്ഞു പവനജൻ അഗ്രേ വണങ്ങി നിന്നേകാന്തമാം വണ്ണം. കേൾക്ക കപീന്ദ്ര, നിനക്കുഹിതങ്ങളാം വാക്കുകൾ ഞാൻ പറയുന്നവസാദരം. നിന്നുടെ കാര്യം വരുത്തി രഘൂത്തമൻ, മുന്നമേ സത്യവ്രതൻ പുരുഷോത്തമൻ. പിന്നെ നീയോ നിരൂപിച്ചീലതേതുമെന്നെന്നുടെ മാനസേ തോന്നുന്നതിന്നഹോ. ബാലി മഹാബലവാൻ കപിപുങ്കവൻ, ത്രൈലോക്യസമ്മതൻ ദേവരാജാത്മജൻ. നിന്നുടെ മൂലം മരിച്ചു ബലാലവൻ, മുന്നമേ കാര്യം വരുത്തിക്കൊടുത്തിതു. രാജ്യാഭിഷേകവും ചെയ്തു മഹാജനപൂജ്യനായി താരയുമായിരുന്നിടു നീ. എത്ര നാളുണ്ടിരിപ്പിങ്ങനെയെന്നതും ചിത്തത്തിലുണ്ടു തോന്നുന്നു ധരിക്ക നീ. അദ്യവാശ്യോവാ പരശ്യോധവാ തവ മൃത്യുഭവിക്കും അതിനില്ല സംശയം. പ്രത്യുപകാരം മറക്കുന്ന പൂരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കിലും. പർവ്വതാഗ്രേ നിജ സോദരൻ തന്നോടും ഉർവീശ്വരൻ പരിതാപേന വാഴുന്നു. നിന്നെയും പാർത്തു പറഞ്ഞ സമയവും വന്നതും നീയോ ധരിച്ചതില്ലേതുമേ. വാനരഭാവേന മാനിനീസക്തനായി പാനവും ചെയ്തു മതിമറന്നന്വഹം. രാപ്പകലുമറിയാതെ വസിക്കുന്ന കോപ്പുകളെത്രയും നന്നു നന്നിങ്ങനെ. അഗ്രജനായ ശക്രാത്മജനെപ്പോലെ നിഗ്രഹിച്ചിടും ഭവാനെയും നിർണയം. അഞ്ജനാനന്ദനൻ തന്നെ വാക്കുകേട്ടഞ്ജസാ ഭീതനായോരു സുഗ്രീവനും ഉത്തരമായവൻ തന്നോടു ചൊല്ലിനാൻ. സത്യമത്രേ നീ പറഞ്ഞതു നിർണയം. ഇത്തരം ചൊല്ലും അമാത്യനുണ്ടെങ്കിലോ പൃഥ്വീശനാപത്തുമെത്തുകയില്ലല്ലോ. സത്വരം എന്നുടെ ആജ്ഞയോടും ഭവാൻ 10 ദിക്കിങ്കലേക്കും അയച്ചിടണം. സപ്തദ്വീപസ്ഥിതന്മാരായ വാനരസത്തമന്മാരെ വരുത്തുവാനായി ദ്രുതം. നേരെ 10,000 കപിവീരരെ പാരാതയയ്ക്ക സന്ദേശപത്രത്തോടും. പക്ഷത്തിനുള്ളിൽ വരണം കപികുലം, പക്ഷം കഴിഞ്ഞു വരുന്നതെന്നാകിലോ. വധ്യൻ അവനതിനില്ലൊരു സംശയം, സത്യം പറഞ്ഞാൽ ഇളക്കമില്ലേതുമേ. അഞ്ജനാപുത്രനോടിത്തം നിയോഗിച്ചു മഞ്ജുളമന്ദിരം പുക്കിരുന്നീടിനാൻ. ഭർതൃനിയോഗം പുരസ്കൃത്യ മാരുതപുത്രനും വാനരസത്തമന്മാരെയും 10 ദിക്കിന്നും അയച്ചാനഭിമതദത്തപൂർവം. കപീന്ദ്രന്മാരുമന്നേരം വായുവേഗപ്രചാരേണ കപികുലനായകന്മാരെ വരുത്തുവാനായി മുതാ. പോയിതു ദാനമാനാദി തൃപ്താത്മന മായാമാനുഷ്യകാര്യാർത്ഥമതിദ്രുതം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധൗ. താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ. പാപമയ്യോ മമ കാൺക കുമാരാ നീ. ജാനകീദേവി മരിച്ചിതോ കുത്രചിത് മാനസതാപേന ജീവിച്ചിരിക്കയോ. നിശ്ചയിച്ചേതും അറിഞ്ഞതുമില്ലല്ലോ കശ്ചിത് പുരുഷനെന്നോടു സംപ്രീതനായി.
ജീവിച്ചിരിക്കുന്നിതെന്നു ചൊല്ലിയിടുകിൽ കേവലം എത്രയും ഇഷ്ടനവൻ മമ എങ്ങാനും ഉണ്ടിരിക്കുന്നതെന്നാകിൽ ഞാൻ ഇങ്ങുബലാത് കൊണ്ടുപോരുവൻ നിർണയം ജാനകീദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതും ഇതിനില്ല നിർണയം എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാനെന്നിനി കാണുന്നു വല്ലഭേ ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം ചന്ദ്രനും ആദിത്യനെപ്പോലെയായിതു ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദമന്ദം തലോടിത്തലോടിത്തതാ വന്നു തടവീടുകെന്നെയും സാദരം നിന്നുടെ ഗോത്രജയല്ലോ ജനകജ സുഗ്രീവനും ദയാഹീനനത്രേ തുലോം ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ ദിവാനിശം മദ്യപാനാസക്തചിത്തനാം കാമുകൻ വ്യർത്ഥം കൃതഘ്നനത്രേ സുമിത്രാത്മജ വന്നു ശരത്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നേടമെന്നറിഞ്ഞിടുവാനായവൻ പൂർവോപകാരിയാം എന്നെ മറക്കയാൽ പൂർവനവൻ കൃതഘ്നന്മാരിൽ നിർണയം ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ അഗ്രജമാർഗം ഗമിക്കേണമിന്നിനി സുഗ്രീവനും അതിനില്ലൊരു സംശയം ഇത്തം അരുൾ ചെയ്ത രാഘവനോടതിക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിയിടിനാൻ വധ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാവിടകൊൾവനദ്യ തവാന്തികം ആജ്ഞാപയാശുമാമെന്നു പറഞ്ഞിതു പ്രാജ്ഞനായൊരു സുമിത്രാതനയനും ആദായ ചാപതൂണീരഖഡ്ഗങ്ങളും ക്രോധേന ഗന്തും അഭ്യുദ്യതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ പിന്നെയും ഉണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖി കിന്തു ഭയപ്പെടുത്തിയിടുകെന്നേ വരൂ ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിക നീ ഇത്തം അവനോടു ചെന്നു ചൊന്നാൽ അതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ വേഗേന വന്നാൽ അതിനനുരൂപമാം ആകൂതമോർത്തു കർത്തവ്യമനന്തരം അഗ്രജന്മാജ്ഞയാ സൗമിത്രി സത്വരം സുഗ്രീവരാജ്യം പ്രതി നടന്നിടിനാൻ കിഷ്കിന്ധയോടും ദഹിച്ചുപോമപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞനനാകുലൻ അജ്ഞാനിയായുള്ള മാനുഷനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃതശാന്തി ലോകത്തിനുണ്ടാക്കുവാൻ മുന്നം ദശരഥൻ ചെയ്ത തപോബലം തന്നെ സിദ്ധി വരുത്തിക്കൊടുപ്പാനും പങ്കജസംഭവനാദികൾക്കുണ്ടായ സങ്കടം തീർത്തു രക്ഷിച്ചു കൊടുപ്പാനും മാനുഷവേഷം ധരിച്ചു പരാപരനാനന്ദമൂർത്തി ജഗന്മയനീശ്വരൻ നാനാജനങ്ങളും മായയാ മോഹിച്ചു മാനസം അജ്ഞാനസംയുതമാകയാൽ
മോക്ഷം വരുത്തുന്നതെങ്ങനെ ഞാനെന്നു സാക്ഷാൽ മഹാവിഷ്ണു ചിന്തിച്ചു കൽപ്പിച്ചു. സർവജഗന്മായാനാശിനിയാകിയ ദിവ്യകഥയെ പ്രസിദ്ധയാക്കൂ യഥാ. രാമനായി മാനുഷവ്യാപാരജാതയാം രാമായണാഭിധാമാനന്ദദായിനീം സൽക്കഥാം ഇപ്രപഞ്ചത്തിങ്കലൊക്കവേ വിഖ്യാതയാക്കുവാൻ ആനന്ദപൂരുഷൻ. ക്രോധവും മോഹവും കാമവും രാഗവും ഖേദാദിയും വ്യവഹാരാർത്ഥസിദ്ധയേ തത്തത്ക്രിയാകാലദേശോചിതം നിജചിത്തേ പരിഗ്രഹിച്ചിടിനാനീശ്വരൻ. സത്വാദികളാം ഗുണങ്ങളിൽ താൻ അനുരക്തനെപ്പോലെ ഭാവിക്കുന്നു നിർഗുണൻ. വിജ്ഞാനമൂർത്തിയാം സാക്ഷി സുഖാത്മകൻ വിജ്ഞാനശക്തിമാൻ അവ്യക്തനദ്വയൻ. കാമാദികളാൽ അവിലിപ്തനവ്യയൻ വ്യോമവത് വ്യാപ്തൻ അനന്തനനാമയൻ. ദിവ്യമുനീശ്വരന്മാർ സനകാദികൾ സർവാത്മകനെ ചിലരറിഞ്ഞിടുവോർ. നിർമ്മലാത്മാക്കളായുള്ള ഭക്തന്മാർക്കു സമ്യക് പ്രബോധമുണ്ടാമെന്നു ചൊല്ലുന്നു. ഭക്തചിത്താനുസാരേണ സഞ്ജായത്തെ മുക്തിപ്രദൻ മുനിവൃന്ദ നിഷേവിതൻ. കിഷ്കിന്ധയാം നഗരാന്തികം പ്രാപിച്ചു ലക്ഷ്മണനും ചെറുഞാണൊലിയിട്ടിതു. മർക്കടന്മാരവനെ കണ്ടു പേടിച്ചു ചക്രുഃ കിലുകില ശബ്ദം പരവശാത്. വപ്രോപരി പാഞ്ഞു കല്ലും മരങ്ങളും വിഭ്രമത്തോടു കയ്യിൽ പിടിച്ചേവരും. പേടിച്ചു മൂത്രമലങ്ങൾ വിസർജിച്ചു ചാടിത്തുടങ്ങിനാരങ്ങുമിങ്ങും ദ്രുതം. മർക്കടക്കൂട്ടത്തെയൊക്കെയൊടുക്കുവാൻ ഉൾക്കാമ്പിലഭ്യുദ്യതനായ സൗമിത്രി. വില്ലും കുഴിയെക്കുലച്ചു വലിച്ചിതു ഭല്ലൂകവൃന്ദവും വല്ലാതെയായിതു. ലക്ഷ്മണൻ ആഗതനായതറിഞ്ഞഥ തൽക്ഷണം അംഗദനോടി വന്നിടിനാൻ. ശാഖാമൃഗങ്ങളെ ആട്ടിക്കളഞ്ഞു താനേകനായി ചെന്നു നമസ്കരിച്ചിടിനാൻ. പ്രീതനായി ആശ്ലേഷവും ചെയ്തവനോടു ജാതമോദം സുമിത്രാത്മജൻ ചൊല്ലിനാൻ. ഗച്ഛവത്സ ത്വം പിതൃവ്യനെ കണ്ടു ചൊല്ലിച്ചെയ്ത കാര്യം പിഴയ്ക്കുമെന്നാശു നീ. ഇച്ഛയായുള്ളതു ചെയ്ത മിത്രത്തെ വഞ്ചിച്ചാൽ അനർത്ഥം അവിളംബിതം വരും. ഉഗ്രനാം അഗ്രജനെന്നോടരുൾ ചെയ്തു നിഗ്രഹിച്ചിടുവാൻ സുഗ്രീവനെ ക്ഷണാത്. അഗ്രജമാർഗം ഗമിക്കണമെന്നുണ്ടു സുഗ്രീവനുൾക്കാമ്പിലെങ്കിലതേ വരൂ എന്നരുൾ ചെയ്തതു ചെന്നു പറകെന്നു ചൊന്നതു കേട്ടൊരു ബാലിതനയനും തന്നുള്ളിലുണ്ടായ ഭീതിയോടുമവൻ ചെന്നു സുഗ്രീവനെ വന്ദിച്ചു ചൊല്ലിനാൻ. കോപേന ലക്ഷ്മണൻ വന്നിതാ നിൽക്കുന്നു ഗോപുരദ്വാരി പുറത്തു ഭാഗത്തിനി. കാപേയഭാവം കളഞ്ഞു വന്ദിക്ക ചെന്നാപത്തതല്ലായിൽ ഉണ്ടായി വരും ദൃഢം. സന്ത്രസ്തനായ സുഗ്രീവനതു കേട്ടു മന്ത്രിപ്രവരനാം മാരുതി തന്നോടു ചിന്തിച്ചു ചൊല്ലിനാൻ. അംഗദനോടു കൂടന്തികേ ചെന്നു വന്ദിക്ക സൗമിത്രിയെ. സാന്ത്വനം ചെയ്തു കൂട്ടിക്കൊണ്ടുപോരിക ശാന്തനായൊരു സുമിത്രാതനയനെ. മാരുതിയെ പറഞ്ഞേവമയച്ചഥ താരയോടർക്കാത്മജൻ പറഞ്ഞിടിനാൻ. താരാധിപാനനെ
പോകണമാശു നീ താരേ മനോഹരേ. ലക്ഷ്മണൻ തന്നെ ചാരത്തു ചെന്നു കോപത്തെ ശമിപ്പിക്ക സാരസ്യ സാരവാക്യങ്ങളാൽ പിന്നെ നീ കൂട്ടിക്കൊണ്ടിങ്ങു പോന്നെന്നെയും വേഗേന കാട്ടിക്കലുഷഭാവത്തെയും നീക്കണം. ഇത്തം അർക്കാത്മജൻ വാക്കുകൾ കേട്ടവൾ മധ്യകക്ഷ്യാം പ്രവേശിച്ചു നിന്നിടിനാൾ. താരാതനയനും മാരുതിയും കൂടി ശ്രീരാമസോദരൻ തന്നെ വണങ്ങിനാർ. ഭക്ത്യാ കുശലപ്രശ്നങ്ങളും ചെയ്തു സൗമിത്രിയോടഞ്ജനാനന്ദനൻ ചൊല്ലിനാൻ. എന്തു പുറത്തു ഭാഗെ നിന്നരുളുവാൻ അന്തഃപുരത്തിലാം മാറെഴുന്നള്ളണം. രാജദാരങ്ങളെയും നഗരാഭയും രാജാവു സുഗ്രീവനെയും കനിവോടു കണ്ടു പറഞ്ഞാൽ അനന്തരം നാഥനെ കണ്ടു വണങ്ങിയാൽ സാധ്യമെല്ലാം ദ്രുതം. ഇത്തം പറഞ്ഞു കയ്യും പിടിച്ചാശു സൗമിത്രിയോടും മന്ദമന്ദം നടന്നിതു. യൂഥപന്മാർ മരുവീടും മണിമയ സൗധങ്ങളും പുരീശോഭയും കണ്ടു കണ്ട് ആനന്ദമുൾക്കൊണ്ടു മധ്യകക്ഷ്യേ ചെന്നു മാനിച്ചു നിന്ന നേരത്തു കാണായി വന്നു. താരേശതുല്യമുഖിയായ മാനിനി താരാ ജഗന്മോഹിനി സുന്ദരി ലക്ഷ്മീ സമാനയായി നിൽക്കുന്നതന്നേരം ലക്ഷ്മണൻ തന്നെ വണങ്ങി വിനീതയായി മന്ദസ്മിതം പൂണ്ടു ചൊന്നാളഹോ തവ മന്ദിരമായതിതെന്നറിഞ്ഞീലയോ. ഭക്തനായി എത്രയും ഉത്തമനായി തവ ഭൃത്യനായോരു കപീന്ദ്രനോടിങ്ങനെ കോപമുണ്ടായാൽ അവനെന്തൊരു ഗതി. ചാപല്യമേറും ഇജ്ജാതികൾക്കോർക്കണം. മർക്കടവീരൻ ബഹുകാലമുണ്ടല്ലോ ദുഃഖമനുഭവിച്ചിടുന്നു ദീനനായി. ഇക്കാലമാശു ഭവത്കൃപയാ പരിരക്ഷിതനാകയാൽ സൗഖ്യം കലർന്നവൻ വാണാനതും വിപരീതമാക്കിയിടായ്ക വേണം. ദയാനിധേ ഭക്തപരായണ നാനാദിഗന്ധരം തോറും മരുവുന്ന വാനരന്മാരെ വരുത്തുവാനായവൻ 10 സഹസ്രം ദൂതന്മാരെ വിട്ടിതു 10 ദിക്കീന്നും കപികുലപ്രൗഢരും വന്നു നിറഞ്ഞതു കാൺകിവിടെ പുനരൊന്നിനും ദണ്ഡം ഇനിയില്ല നിർണയം. നക്തഞ്ചരകുലം ഒക്കെയൊടുക്കുവാൻ ശക്തരത്രേ കപിസത്തമന്മാരെല്ലാം. പുത്രകളത്രമിത്രാന്വിതനാകിയ ഭൃത്യനാം സുഗ്രീവനെ കണ്ടവനുമായി ശ്രീരാമദേവ പാദാംബുജം വന്ദിച്ചു കാര്യവുമാശു സാധിക്കാമറിഞ്ഞാലും. താരാവചനമേവം കേട്ടു ലക്ഷ്മണൻ പാരാതെ ചെന്നു സുഗ്രീവനെയും കണ്ടു. സത്രപം വിത്രസ്തനായ സുഗ്രീവനും സത്വരമുത്ഥാനവും ചെയ്തു വന്ദിച്ചു. മത്തനായി വിഹ്വലിതേക്ഷണനാം കപിസത്തമനെ കണ്ടു കോപേന ലക്ഷ്മണൻ മിത്രാത്മജനോടു ചൊല്ലിനാൻ, നീ രഘുസത്തമൻ തന്നെ മറന്നതെന്തിങ്ങനെ? വൃത്രാരിപുത്രനെ കൊന്ന ശരം ആര്യപുത്രൻ കരസ്ഥിതമെന്നുമറിക നീ. അഗ്രജമാർഗം ഗമിക്കയിൽ ആഗ്രഹം സുഗ്രീവനുണ്ടെന്നു നാഥനരുൾ ചെയ്തു. ഇത്തരം സൗമിത്രി ചൊന്നതു കേട്ട് അതിനുത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ, ഇത്തം അരുൾ ചെയ്വതിനെന്തു കാരണം?
ഭക്തനേറ്റം പുരുഷോത്തമങ്കൽ കപിസത്തമനോർക്കിൽ സുമിത്രാത്മജനിലും സത്യവും ലംഘിക്കയില്ല കപീശ്വരൻ. രാമകാര്യാർത്ഥം ഉണർന്നിരിക്കുന്നിതു താമസമെന്നിയേ വാനരപുങ്കവൻ. വിസ്മൃതനായി ഇരുന്നീടുകയില്ലേതും വിസ്മയമാറു കണ്ടീലയോ ഭവാൻ. വേഗേന നാനാദിഗന്ധരത്തിങ്കൽ നിന്നാഗതന്മാരായ വാനരവീരരെ ശ്രീരാമകാര്യം അശേഷേണ സാധിക്കും ആമയമെന്നിയേ വാനരനായകൻ. മാരുതി ചൊന്നതു കേട്ടു സൗമിത്രിയും ആരൂഢലജ്ജനായി നിൽക്കും ദശാന്തരേ. സുഗ്രീവൻ അർഘ്യപാദ്യാദ്യേന പൂജ ചെയ്തഗ്രഭാഗേ വീണു വീണ്ടും വണങ്ങിനാൻ. ശ്രീരാമദാസോഹം ആഹന്ത രാഘവകാരുണ്യലേശേന രക്ഷിതനദ്യ ഞാൻ. ലോകത്രയത്തെ ക്ഷണാർദ്ധമാത്രം കൊണ്ടു രാഘവൻ തന്നെ ജയിക്കുമല്ലോ ബലാൽ. സേവാർത്ഥമോർക്കിൽ സഹായമാത്രം ഞങ്ങളേവരും തന്നിയോഗത്തെ വഹിക്കുന്നു. അർക്കാത്മജൻ മൊഴി കേട്ടു സൗമിത്രിയും ഉൾക്കാമ്പഴിഞ്ഞവനോടു ചൊല്ലിയിടിനാൻ. ദുഃഖേന ഞാൻ പരുഷങ്ങൾ പറഞ്ഞതും ഒക്കെ ക്ഷമിക്ക മഹാഭാഗനല്ലോ നീ. നിങ്കൽ പ്രണയം അധികമുണ്ടാകയാൽ സങ്കടം കൊണ്ടു പറഞ്ഞിതു ഞാനെടോ. വൈകാതെ പോക വനത്തിനു നാമിനി രാഘവൻ താനേ വസിക്കുന്നതുമെടോ. അങ്ങനെ തന്നെ പുറപ്പെടുകെങ്കിൽ നാം ഇങ്ങിനി പാർക്കയില്ലെന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരീമൃദംഗ ശംഖാദിനാദത്തൊടും. അഞ്ജനാപുത്ര നീലാംഗദാദ്യൈരലമഞ്ജസാ വാനരസേനയോടും തഥാ ചാമരശ്വേതാദപത്ര വ്യജനവാൻ സാമരസൈന്യൻ ആഖണ്ഡലനെപ്പോലെ. രാമൻ തിരുവടിയെച്ചെന്നു കാൺമതിന്നാമോദമോടു നടന്നു കപിവരൻ. ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ചീരാജിനധരം. ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാലവിലോലവിലോചനം. ശാന്തം മൃദുസ്മിതചാരുമുഖാംബുജം കാന്താവിരഹസന്തപ്തം മനോഹരം. കാന്തം മൃഗപക്ഷിസഞ്ജയസേവിതം ദാന്തം മുദാ കണ്ടു ദൂരാത് കപിവരൻ. തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടിനാൻ വീരനായോരു സൗമിത്രിയോടും തഥാ. ശ്രീരാമപാദാരവിന്ദാന്തികേ വീണു പൂരിച്ച ഭക്ത്യാ നമസ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനും വാനരവീരനെ കാരുണ്യമോടു ഗാഠം പുണർന്നീടിനാൻ. സൗഖ്യമല്ലീ ഭവാനെന്ന് ഉര ചെയ്തുടൻ ഐക്യഭാവേന പിടിച്ചിരുത്തിയിടിനാൻ. ആതിഥ്യമായുള്ള പൂജയും ചെയ്തളവാദിത്യപുത്രനും പ്രീതി പൂണ്ടാൻ തുലോം. ഭക്തിപരവശനായ സുഗ്രീവനും ഭക്തപ്രിയനോടുണർത്തിച്ചിതന്നേരം വന്നു നിൽക്കുന്ന കപികുലത്തെ കനിഞ്ഞൊന്നു തൃക്കൺ പാർത്തരുളേണമാദരാത്. തൃക്കാൽക്കൽ വേല ചെയ്തിടുവാൻ തക്കോരു മർക്കടവീരരിക്കാണായതൊക്കവേ. നാനാകുലാചല സംഭവന്മാരിവർ നാനാസരിദ്വീപശൈലനിവാസികൾ.
പർവ്വതതുല്യ ശരീരികളേവരും ഉർവീപതേ കാമരൂപികളെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അടക്കുവാൻ പോന്നവർ ദേവാംശസംഭവന്മാർ ഇവരാകയാൽ ദേവാരികളെ ഒടുക്കുമിവരിനി കേചിത് ഗജബലന്മാരിതിലുണ്ടു താൻ കേചിത് ദശഗജ ശക്തിയുള്ളോരുണ്ട് കേചിത് അമിതപരാക്രമമുള്ളവർ കേചിത് മൃഗേന്ദ്രസമന്മാരറിഞ്ഞാലും കേചിൻ മഹേന്ദ്രനീലോപലരൂപികൾ കേചിത് കനകസമാന ശരീരികൾ കേചന രക്താന്തനേത്രം ധരിച്ചവർ കേചന ദീർഘവാലന്മാരഥാപരേ ശുദ്ധസ്ഫടിക സങ്കാശശരീരികൾ യുദ്ധവൈദഗ്ധ്യം ഇവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ സംഖ്യയില്ലാതോളം ഉണ്ടു കപിബലം മൂലഫലദല പക്വാശനന്മാരായി ശീലഗുണമുള്ള വാനരന്മാരിവർ താവകാജ്ഞാകാരികളെന്നു നിർണയം ദേവദേവേശ രഘുകുലപുങ്കവ ഋക്ഷകുലാധിപനായുള്ള ജാംബവാൻ പുഷ്കരസംഭവപുത്രൻ ഇവനല്ലോ കോടി ഭല്ലൂകവൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവനെന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജൻ ഈശാംശസംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ദീർഘവാലധിപൂണ്ടവൻ മൈന്ദൻ വിവിധനും കേസരി മാരുതിതാതൻ മഹാബലി വീരൻ പ്രമാധി ശരഭൻ സുഷേണനും ശൂരൻ സുമുഖൻ ദധിമുഖൻ ദുർമുഖൻ ശ്വേതൻ വലീമുഖനും ഗന്ധമാദനൻ താരൻ വൃഷഭൻ നളൻ വിനതൻ മമ താരാതനയനാം അംഗദനിങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാർ ചൊല്ലുവാനാവതല്ലാതോളമുണ്ടല്ലോ വേണ്ടുന്നതെന്തെന്നിവരോടരുൾ ചെയ്യുക വേണമെന്നാലിവർ സാധിക്കുമൊക്കവേ സുഗ്രീവവാക്യമിത്തം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു സന്തോഷപൂർണാശ്രുനേത്രാംബുജത്തോടും അന്തർഗതം അരുൾ ചെയ്തിതു സാദരം മത്കാര്യഗൗരവം നിങ്കലേ നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം കുരുഷ്വ നീ ജാനകീ മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരേ നാനാദിശി സഖേ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ അയച്ചിതു 4 ദിക്കിങ്കലും 100,000 കപിവീരന്മാർ പോകണം ഓരോ ദിശി പടനായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദക്ഷിണദിക്കിനത്യുന്നതന്മാർ പലരും പോയി തിരയണം അംഗദൻ ജാംബവാൻ മൈന്ദൻ വിവിധനും തുങ്കൻ നളനും ശരഭൻ സുഷേണനും വാതാത്മജൻ ശ്രീഹനുമാനുമായി ചെന്നു ബാധയൊഴിഞ്ഞുടൻ കണ്ടുവന്നീടണം അദ്ഭുതഗാത്രിയെ നീളെ തിരഞ്ഞിങ്ങു 30 നാളിനകത്തു വന്നീടണം ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞിങ്ങു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം ഏണാംഗശേഖരൻ തന്നാണെ നിർണയം 4 കൂട്ടത്തോടും യുദ്ധം നിയോഗിച്ചു കാലമേ പോയാലും എന്നയച്ചീടിനാൻ രാഘവൻ തന്നെ തൊഴുതരികെ ചെന്നു ഭാഗവതോത്തമനും ഇരുന്നീടിനാൻ
ഇത്തം കപികൾ പുറപ്പെട്ട നേരത്തു ഭക്ത്യാ തൊഴുതിതു വായുതനയനും. അപ്പോൾ അവനെ വേറെ വിളിച്ചാദരാൽ അദ്ഭുത വിക്രമൻ താനും അരുൾ ചെയ്തു, മാനസേ വിശ്വാസമുണ്ടാവതിന്നു നീ ജാനകി കയ്യിൽ കൊടുത്തീടിതു സഖേ. രാമനാമാങ്കിതമാം അങ്കുലീയകം ഭാമിനിക്കുള്ളിൽ വികൽപ്പം കളവാനായി. എന്നുടെ കാര്യത്തിനോർക്കിൽ പ്രമാണം നീ എന്നിയേ മറ്റാരുമില്ലെന്നു നിർണയം. പിന്നെ അടയാളവാക്കുമരുൾ ചെയ്തു മന്നവൻ പോയാലുമെന്നയച്ചീടിനാൻ. ലക്ഷ്മീ ഭഗവതിയാകിയ സീതയാം പുഷ്കരപത്രാക്ഷിയെ കൊണ്ടുപോയൊരു രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണദിക്കു നോക്കി കപിസഞ്ജയം. ലക്ഷവും വൃത്രാരിപുത്രതനയനും പുഷ്കരസംഭവപുത്രനും നീലനും പുഷ്കരബാന്ധവശിഷ്യനും മറ്റുള്ള മർക്കടസേനാപതികളുമായി ദ്രുതം. നാനാ നഗനഗര ഗ്രാമദേശങ്ങൾ കാനനരാജ്യപുരങ്ങളിലും തഥാ തത്ര തത്രൈവ തിരഞ്ഞു തിരഞ്ഞതിസത്വരം നീളേ നടക്കും ദശാന്തരേ. ഗന്ധവാഹാത്മജനാദികളൊക്കവേ വിന്ധ്യാചലാടവി പുക്കുതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നുതിന്നതിക്രൂരനായോരു നിശാചരവീരനെ കണ്ടുവേഗത്തോടടുത്താരിതു ദശകണ്ഠനെന്നോർത്തു കപിവരന്മാരെല്ലാം. നിഷ്ഠുരമായുള്ള മുഷ്ടിപ്രഹാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിനാർ. പങ്ക്തിമുഖനല്ലിവനെന്നു മാനസേ ചിന്തിച്ചു പിന്നെയും വേഗേന പോയവർ. അന്ധകാരാരണ്യമാശു പുക്കീടിനാരന്തരാദാഹവും വർദ്ധിച്ചിതേറ്റവും. ശുഷ്കകണ്ഠോഷ്ഠതാലുപ്രദേശത്തൊടും മർക്കടവീരർ ഉണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാത്. വല്ലീ തൃണഗണ ഛന്നമായൊന്നിതിലില്ലയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ. പക്ഷങ്ങളിൽ നിന്നു വീണു ജലകണം മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാർ. നല്ല ജലമതിലുണ്ടെന്നു നിർണയം എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുമ്പിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിരുട്ടുകൊണ്ടന്നേരം. അന്യോന്യം ഒത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു നടന്നു പോയി ചെന്നാർ അതീവ ദൂരം. തത്ര കണ്ടിതു മുന്നിലാം മാറതിധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനും ഏറ്റമാനന്ദകരം പരം. ദ്വാപികളുണ്ടു മണിമയവാരിയാൽ ആപൂർണകളായി അതീവ വിശദമായി. പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപ്പദ്രുമതുല്യമായി. പീയൂഷസാമ്യ മധുദ്രോണീ സംയുത പേയ ഭക്ഷ്യാന്നസഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം. തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി
മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരേ ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചലധ്യാനനിരതയായി പാവകജ്വാലാസമാഭ കലർന്ന് അതിപാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൾ, നിങ്ങൾ ആരാകുന്നതെന്നു പറയണം, ഇങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗം അറിഞ്ഞവാറെന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തരകോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമമായുണ്ടൊരു പുരിഭൂതലേ, തത്രൈവ വാണു ദശരഥനാം നൃപൻ. പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണസമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നുമറിഞ്ഞാലും താതാജ്ഞയ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം. ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകുമനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിലന്യോന്യമായി. എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനു അതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടുവരികെന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതല്ലാടവും. ദക്ഷിണദിക്കിൽ അന്വേഷിപ്പതിനൊരു 1,00,000 കപിവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പൊറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പുക്കിതറിയാതെ ദൈവവശാൽ ഇവിടെ പോന്നു വന്നിഹ. ദേവിയെ കാണായതും ഭാഗ്യമെത്രയും ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞീല. നേരെ അരുൾ ചെയ്യുക വേണമതും ശുഭേ. യോഗിനി താനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു. ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പുക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസാ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ. മുഗ്ധേന്ദുശേഖരൻ തന്നെയതുമൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ ദിവ്യസംവത്സരാണാം അയുതായുധം. ഉത്സവം പൂണ്ടു
വസിച്ചാളിഹ പുരാ തത്സഖി ഞാനിഹ നാംനാ സ്വയം പ്രഭാ. സന്തതം മോക്ഷം അപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തത്പരാ. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയും എന്നോടു ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളുമതിക്രൂരനായിടും ദശാനനക്കാലം. ജാനകീദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരേ. സൽക്കരിച്ചീടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തുപോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണസ്വാമി തന്നെ രഘൂത്തമൻ. ഭക്ത്യാ പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായിക്കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം പൂർവസ്ഥിതാടവിപുക്കിതു ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാർ.